ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ലേ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും കാണുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബേക്കറി ബിസ്ക്കറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ബിസ്ക്കറ്റിന് ഉണ്ടാവുക. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് വരാം. അപ്പൊ നമുക്ക് വേഗം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ചത് തന്നെ ചേർക്കണം. അതിലേക്ക് അതേ അളവിൽ 1/2 കപ്പ് തന്നെ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും എടുക്കാം, കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും, പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മൈദ. അത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ഇടുന്നുണ്ട്. 1/4 കപ്പ് മതിയാവില്ല, എക്സ്ട്രാ വേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും പൊടി നന്നായിട്ട് സ്പ്രെഡ് ആവും, നമുക്ക് വേഗം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ട് തോന്നും, കുറച്ചും കൂടി ഒന്ന് മിക്സ് ആവുന്ന സമയത്ത് ശരിയായിക്കോളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ 3 ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വാനില എസൻസ് ഈ സമയത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വാനില എസൻസിൻ്റെ ടേസ്റ്റിൽ ചെയ്തെടുക്കുക. ഞാൻ വേറെ വേറെ ഫ്ലേവർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിന് 3 പോർഷൻ ആക്കിയിട്ട് 3 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ 3 ഫ്ലേവറിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വാനില എസൻസ് എടുക്കാം. ഇനി വാനില എസൻസും ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി എടുത്താലും മതി. അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് വേണം അത് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിത് 3 ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, ഫെയിൽ ആവുന്നില്ല. അപ്പോൾ ഞാൻ 3 ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആദ്യത്തെ ബൗളിൽ ചേർക്കുന്നത് പിസ്ത എസൻസ് ആണ്. അപ്പോൾ അതൊരു 3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത ബൗളിൽ മാംഗോ എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല കേട്ടോ, ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ട് കളർഫുൾ ആക്കണമെങ്കിൽ കളറും ചേർത്ത് കൊടുക്കാം, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാവുക. നമുക്കങ്ങനെ എന്താ പറയുക, ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പരുവമായിരിക്കില്ല, ഇത്തിരി ലൂസായിരിക്കും. പക്ഷെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതേ നമുക്ക് സ്ട്രോബെറി ഫ്ലേവറും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാം. അതിനുശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ബോളല്ല, കുറച്ചൊന്ന് നമുക്ക് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവാകുന്നുണ്ടോ നോക്കുക. അഥവാ നിങ്ങൾക്ക് ലൂസാന്ന് തോന്നുകയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഒരു സ്പൂണ് മൈദ എല്ലാത്തിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്താൽ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവൊന്നും നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാൽ മതി. എന്നിട്ട് ഇത് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, സ്റ്റീൽ പ്ലേറ്റ്, അതെടുത്താൽ മതി. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഓയിൽ നന്നായിട്ട് തേച്ചിട്ട് അത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴത്തെ ഞാൻ അതിന് മുമ്പായിട്ട് ബിസ്ക്കറ്റിന്റെ മേലയിൽ ഒരു പീസ് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത പിസ്ത ഫ്ലേവറും കൂടി നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കും. ഒത്തിരി വലുതാക്കി കഴിഞ്ഞാൽ ഇത് വെന്ത് വരുന്ന സമയത്ത് ഒരുപാട് വലിയ ബിസ്ക്കറ്റ് ആയിപ്പോകും. അതുപോലെ തന്നെ ഇത് ബോൾസ് ആക്കിയിട്ട് വെച്ചാൽ മതി. ഉരുട്ടിയിട്ട് അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. അല്ലാതെ പ്രസ് ചെയ്തിട്ട് പരത്തി ബിസ്ക്കറ്റിന്റെ ഷേപ്പ് ആക്കി വെക്കുകയൊന്നും വേണ്ട. വെന്ത് വരുന്ന സമയത്ത് ആ ബിസ്ക്കറ്റിന്റെ ഷേപ്പിലോട്ട് തന്നെ മാറും. അപ്പൊ എല്ലാം നമ്മൾ ഈ കേക്ക് ടിന്നിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഒരു 10 മിനിറ്റ് ഈ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ച് കൊടുക്കണം. പിന്നെ ബിസ്ക്കറ്റ് വെക്കുമ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെക്കണം, ഇല്ലേ വെന്ത് വരുന്ന സമയത്ത് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് പോവും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഒരു 10-15 മിനിറ്റ്, അത്രയും വേണം. ഒരു 15 മിനിറ്റ് ആണ് എനിക്കിത് ആദ്യത്തേത് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരു 15 മിനിറ്റും ഒരു 12 മിനിറ്റും വേവിച്ചിട്ടുള്ളതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് നോക്കുന്ന സമയം നല്ല സോഫ്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാവുക. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല. അപ്പൊ ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ബിസ്ക്കറ്റ് ആണ്. അപ്പൊ അതേ അടിവശം കരിഞ്ഞിട്ടൊന്നുമില്ല, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളിത് അടുത്ത സെറ്റും ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം.
അപ്പൊ അതെ ഇത് അടുത്ത സെറ്റ് ആണ്. ഇത് ഞാൻ ഏകദേശം ഒരു 12 മിനിറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതും ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഞാൻ അടിവശം ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതെ ഇതാണ് കേട്ടോ. ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, അടിവശം ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഏകദേശം എടുക്കുന്ന ആ ഒരു ടൈമിന്റെ 1-2 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് അടിവശം ചെറിയൊരു ലൈറ്റും ബ്രൗൺ ഒക്കെ ആവുന്നത്. അപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റ് എന്തായാലും ബേക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റ് കിട്ടും. ടൈം കുറയുന്നതിനനുസരിച്ച് ബിസ്ക്കറ്റ് സോഫ്റ്റ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ചൂടാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഇതുപോലെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. മോനുവിന് വേണ്ടിയിട്ടാണ്, മോൻ പറഞ്ഞിട്ടാണ് കേട്ടോ 3 കളർ ഒരുമിച്ച് ആക്കിയതാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബേക്കറി ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷെ വെക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീൽ തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക. എന്തായാലും സക്സസ് ആവും, സക്സസ് ആവാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.